ഹലോ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂടെ എപ്പോഴും ട്രിപ്പ് പോകണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും അത് എല്ലായ്പ്പോഴും സാധിക്കണമെന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. ഇന്ന് ഞങ്ങൾ പോയത് മലേഷ്യയിലെ പാങ്കൂർ ഐലാൻഡിലാണ്. 4 അവേഴ്സിന് യാത്രയ്ക്ക് ശേഷം ലുമുട്ടിലാണ് എത്തിയേക്കുന്നത്. ഇനി ലുമുട്ടിൽ നിന്ന് നമ്മൾ ഐലാൻഡിലേക്ക് പോണത് ബോട്ടിലാണ്. എവിടെയാണെന്ന് അറിയാമോ? ആദ്യം ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയണം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയണം, പിന്നെ വീണ്ടും അവിടുന്ന് ലെഫ്റ്റിലോട്ട്. അങ്ങനെ കാത്തിരിപ്പിന്റെ ഒടുവിൽ ഞങ്ങളുടെ ബോട്ട് എത്തി. അധികം തിരക്കൊന്നുമില്ലാത്ത മലേഷ്യയിലെ ഒരു ചെറിയ ദ്വീപാണ് ഈ പാങ്കൂർ ഐലാൻഡ്. മനസ്സ് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എനിക്ക് ഓപ്പൺ ബോട്ടിൽ യാത്ര ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം. കാറ്റൊക്കെ കൊണ്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് എന്താണെന്നറിയില്ല, മനസ്സിനൊരു പ്രത്യേക കുളിർമ കിട്ടും. ഇങ്ങനെ ഞങ്ങളുടെ ഐലാൻഡ് എത്തി. ഇവിടെ മലേഷ്യയിൽ ലിബി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ് ഇവർ എഴുതുന്നത്. ആ ഒരു ബോർഡ് നോക്കിയേ, സൂക്ഷിച്ചു നോക്കി കാണാം. കഷ്ടം എന്നാണ് എഴുതി വെച്ചേക്കണത്. മലയിൽ കഷ്ടം എന്ന് വെച്ചാൽ എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഒരാൾ കഷ്ടം പിടിച്ചിരിക്കുന്നുണ്ട്. ഈ പിങ്ക് കളർ വാനിലാണ് ഇന്നത്തെ യാത്ര ഫുള്ളും. ഈ ഡ്രൈവറാണ് നമ്മുടെ ടൂർ ഗൈഡ്. ഈ ഐലാൻഡിത്തെ ഓരോരോ സ്ഥലങ്ങളും നമുക്ക് കണ്ടാലോ, ആള് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഈ ഐലാൻഡിലുള്ള ഒരേ ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഈ കാണുന്ന ഭദ്രകാളി അമ്മൻ ക്ഷേത്രം. ഇത് കടൽ തീരത്തിനടുത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഈ കാളിയമ്മൻ ഉത്സവം ഉള്ളത്. ആ സമയത്താണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇവിടെ ഭയങ്കര ആഘോഷമൊക്കെ ആയിരിക്കും. ഇനി നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു ചൈനീസ് ടെമ്പിൾ ആണ്. ഫു ലിൻ കോങ് എന്നാണ് ചൈനീസ് ടെമ്പിളിന്റെ പേര്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചൈനീസ് ടെമ്പിളിൽ പോണത്. ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. ഇതിന്റെ ആർക്കിടെക്ചർ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നോക്കി കുറച്ചു നേരം അതിന്റെ പുറത്ത് ആസ്വദിച്ച് നിന്നു. എല്ലായിടത്തും ചൈനീസ് ഭാഷയിലാണ് എഴുതിയേക്കണത്. വേറൊരു ലാംഗ്വേജിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാന്നല്ല പറയേണ്ട, ഒന്നും മനസ്സിലാവില്ല. ഈ ഐലാൻഡിൽ കുറേ ചൈനീസ് ടെമ്പിൾസ് ഉണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിള്. ചൈനീസ് ടെമ്പിളിലെ ഏറ്റവും മെയിൻ താരം ഡ്രാഗൺ ആണല്ലോ. എല്ലായിടത്തും ഡ്രാഗൺ ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രാർത്ഥനാലയം. ഇവിടെ സൈഡിൽ ധൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ നല്ല തണവുണ്ടായിരുന്നു. ഒരു കാമായിട്ടുള്ള പ്ലേസ്. സാധാരണയായിട്ട് വരുന്ന ഭക്തര് ഫ്രൂട്ട്സ്, പൂക്കള്, ധൂപം എന്നിവയാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഈ സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ വലിയൊരു ഡ്രാഗൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റും കാടായതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ. ഈ മേലെ എത്തിയപ്പോൾ ഇവിടുത്തെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. സൈഡിൽ ആ ഡ്രാഗൺ ഉണ്ട്. കുറേ ആമകളെ കാണാം നമുക്ക് ഈ കുളത്തില്. പിന്നെ ഇവിടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിൽ പാർക്ക് ഉണ്ട്. ഒരു ആവേശത്തിൽ ഞങ്ങൾ എല്ലാവരും ഓടിപ്പോയതാണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് അതിൽ കേടായിട്ടുണ്ടായിരുന്നു. ഫുൾ കാട് പിടിച്ചിട്ട് കിടക്കാണ്. അതുകൊണ്ട് കളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതിൽ ഒഴുകി അങ്ങോട്ട് ഒന്ന് ആശ്വസിച്ചു. ആൾക്ക് ഒഴുകാൻ പറ്റില്ല. അപ്പൊ എൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ഞാനൊന്ന് ഒഴുകിയതാണ്. നെക്സ്റ്റ് പോയത് ഫിഷിന്റെ ഷോപ്പിലാണ്. ഇവിടുത്തെ മിക്ക ഐറ്റംസും ഉണ്ടാക്കിയത് ഫിഷ് കൊണ്ടാണ്. സ്നാക്സ് ഒക്കെ കിട്ടും നമുക്ക്. ഫിഷിന്റെ സ്നാക്സ് ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഫിഷ് വറുത്തിട്ട് അതിൽ ഷുഗർ ഒക്കെ ഇട്ടിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അത് കാരണം ഫിഷിന്റെ ഒറ്റ ഐറ്റംസും ഞങ്ങൾ മേടിച്ചില്ല. പലതരത്തിലുള്ള ഫിഷുകൾ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് ഈ ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയാണ്. അടച്ചാറിനോണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. ജസ്റ്റ് പുറത്തേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു. ഇതാണ് പാങ്കൂറിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി. ഇതിനെ സാധാരണയായിട്ട് പറയാറുള്ളത് ഫ്ലോട്ടിംഗ് മോസ്ക് എന്നാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിന്റെ മേലെയാണ് ഈ പള്ളി പണിതേക്കണത്. അത് കാരണം കൊണ്ടാണ് ഈ പേര് വന്നത്. ഉള്ളിൽ കിടക്കണമെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് ഇടണം. എനിക്കെന്തോ റെയിൻകോട്ട് ഇട്ട ഒരു ഫീലിംഗാണ് തോന്നിയത്. ഇതിൻ്റെ ഉള്ളിലത്തെ ആർക്കിടെക്ചർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ടർക്കിഷ് സ്റ്റൈലിലാണ് ഫുൾ ആർക്കിടെക്ചർ ചെയ്തേക്കുന്നത്. പ്രാർത്ഥനയുള്ള സമയങ്ങളിൽ നമുക്കുള്ളിലേക്ക് പ്രവേശനമില്ല. അല്ലാത്ത ടൈമുകളിൽ മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഇതാണ് ടൈഗർ റോക്ക്. പണ്ട് കാലത്ത് ഡച്ചുകാർ എഴുതിയ എഴുത്തുകളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് ആ റോക്കിൽ കാണാൻ പറ്റും. ഡച്ച് ഫോർട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. പക്ഷെ ഫോർട്ടിന്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ.
17-ാം നൂറ്റാണ്ടിൽ ഡച്ച് കോളനിസ്റ്റുകൾ പണിത ഫോർട്ടാണിത്. പിന്നെ എന്തൊക്കെയോ പ്രശ്നം കാരണം മലയക്കാർ വന്നിട്ട് ഇത് തകർത്തു. പക്ഷെ ഡച്ച് കോളനിസ്റ്റുകൾ വീണ്ടും അത് പണിതിട്ടുണ്ടായിരുന്നു. പിന്നെ അവരത് ഉപേക്ഷിച്ചു. പിന്നെ മലേഷ്യയിലെ മ്യൂസിയം ഡിപ്പാർട്ട്മെന്റ് ഇത് ഏറ്റെടുത്തിട്ട് ഒരു സ്മാരകമായിട്ട് വെച്ചേക്കാണ്. അതായത് ഇതിന്റെ പകുതി ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാണ്. കുറച്ച് ഭാഗം മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെയായിട്ട് ഡ്യൂട്ടി ഫ്രീയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് ഡിസ്കൗണ്ടിലായിരുന്നു എല്ലാ ഐറ്റംസും. അത് കാരണം കൊണ്ട് ഒന്ന് കയറി നോക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. റൂമിലേക്ക് ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഹോട്ടലിന്റെ തൊട്ടടുത്താണ് ബീച്ച് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോയി.